നമ്മൾ കൊച്ചിയിലെ ജൂ ടൗൺ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ പോലെ ഒരു തറവാട് സ്റ്റൈലുള്ള വീടാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. കൊച്ചിയിലെ ജൂ ടൗണിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, അവിടുത്തെ ഒരു ഗോപുരത്തിന്റെ അതേ ആകൃതിയിലാണ് മുകളിൽ ചെയ്തിട്ടുള്ളത്. എന്താ അതേപോലെ ഒരു സെറ്റ് വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കൊച്ചിയിലൊന്നും പോകണ്ട, ജൂ ടൗൺ കാണാം, ഇവിടെ തന്നെ ഉണ്ട്. അത് നമ്മൾ ട്രിവാൻഡ്രം കോവളത്താണ് ഈ ഒരു വീട് വിൽപ്പനയ്ക്കുന്നത്. അത് കണ്ട നല്ല കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജിലാണ് വീട് വന്നിട്ടുള്ളത്. കിടിലൻ വീട് കണ്ട, സെറ്റ് വീട്. നമ്മൾ ഒരുപാട് നമ്മളെ കേരളത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്റ്റൈലാണ് ട്രഡീഷണൽ ടൈപ്പ് സ്റ്റൈൽ. കാരണം കണ്ടംപററി എല്ലാം കണ്ട് മടുത്തായിരിക്കും ആൾക്കാരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രഡീഷണൽ ടൈപ്പ് വീടാണിത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് മണലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി അതിനുവേണ്ടി അവർ പ്രത്യേകം കുറേ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ള. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അകത്തൊക്കെ നല്ല തണുപ്പാണ് എൻ്റെ റൂമിൻ്റെ അകത്തേക്ക്. ഇത് ഇവർ ഹോം സ്റ്റേ പോലെയൊക്കെ അങ്ങനെ ഒരു സെറ്റപ്പിനാണ് അങ്ങനെയാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അകത്തൊക്കെ ഇവർക്കിപ്പം റിട്ടയർമെൻറ്റ് ലൈഫ് ആകുമ്പോൾ ഇവർക്ക് ഇവിടെ താമസിച്ച് മുകളിൽ വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെ ഒരു രീതിക്ക് വെച്ച വീടാണ്. ഇതിൻ്റെ അകം ഇതിപ്പം പുറം കണ്ടില്ലേ, നല്ല അടിപൊളി ലുക്കാണ്. എനിക്ക് കാണാൻ നല്ല അടിപൊളി. ഇവിടെ 2 ചെടിയൊക്കെ വെച്ച് നല്ല അടിപൊളി ലുക്കാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടിട്ട് നിങ്ങൾക്ക് വേണം അത് സുഖമായിട്ട് റെൻറ്റിന് കൊടുക്കാം. കാരണം കോവളത്തിനടുത്താണ്. അപ്പോൾ നല്ല അടിപൊളി ലൊക്കേഷനാണ്. അപ്പം നമുക്ക് എന്തായാലും ഇനി വീട് പോയി കാണാം. നമുക്ക് ഈ വീട്ടിലെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. കണ്ട, ഇവിടെ ഒരു കാർ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് കാറുണ്ട്, ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ വീട് നിങ്ങൾക്ക് സുഖമായിട്ട് റെൻറ്റിന് കൊടുക്കാം. അപ്പോൾ റെൻറ്റിന് കൊടുക്കുമ്പോൾ ഇപ്പം 2-3 പേർക്കൊക്കെ റെൻറ്റിന് കൊടുക്കുമ്പോഴേ ഇവിടെയൊക്കെ അവർക്ക് കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ചില വീട്ടിൽ കുറവായിരിക്കും. പക്ഷേ ഇവിടെ ഒരു SUV ഇടാം. ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാറും കൂടെ ഇടാൻ പറ്റി, അത്രയും സൗകര്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് കാർ പാർക്കിംഗ് ഒക്കെ കിടിലായിട്ട് കിട്ടും. നമുക്ക് നേരെ വീട്ടിലോട്ട് കയറാമേ. മണിച്ചിത്രത്താഴ് പൂട്ടാണ് ഡോർ വന്നിട്ടുള്ള. തേക്കാണ്, ഫുള്ള് തേക്ക് തടി, നല്ല കിടിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം 5.5 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റുള്ള വമ്പൻ വീടാണ്. ഇതിന്റെ വില കേട്ട് നിങ്ങൾ ഞെട്ടും. കാരണം ഇത് കോടികളൊന്നും ഈ വിലയില്ല ഈ ഒരു വീട്ടിൽ. നമ്മൾ കോവളത്തിന് അടുത്ത് NH66 ബൈപ്പാസിനും അടുത്തായിട്ടുള്ള വീട്. നമ്മളെ തിരുവല്ലം ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് അടുത്തായിട്ടുള്ള വീട്. ഇതാണ് നമ്മുടെ കിച്ചൺ. കണ്ട, ഫുള്ള് കബോർഡ് വർക്ക്, തടി വർക്ക്സ് ആണ്, മൊത്തം തടി വർക്ക്സ്. മൊത്തം തടി നീല കളറിൽ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തടി, ഇവിടെ സിങ്കും ഉണ്ട്. ഇവിടെ ഈ വീടിന്റെ പഴക്കം എന്ന് പറയുന്നത് 9 വർഷം പഴക്കമുണ്ട്. പക്ഷെ നീറ്റായിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ താമസം കുറവായിരുന്നു, അതാണ് കാര്യം. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇവിടെ ഇത്രയും ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട്. 5.5 സെന്റ് സ്ഥലം ഉള്ളതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വമ്പൻ കിണറുണ്ട്. ഇവിടെ ഒരു വമ്പൻ കിണറുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റൂമേ. ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട്. ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഈ ബെഡ്റൂം കിടിലാണ്, നല്ല വലിയ മാസ്റ്റർ ബെഡ്റൂം ലെവലാണ്. നല്ല സ്പേഷ്യസ് ആണ്, നല്ല വലിയ ബെഡ്റൂം. ഇവിടെ തടി വർക്ക്സ് ഒക്കെ ഉണ്ട്, ഫുള്ള് തടി, എല്ലാം മറ്റേ തേക്കും തടിയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. തേക്ക് അങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ടുള്ള എല്ലാം നല്ല പക്ക കിടിലായിട്ട്. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് റൂമായിട്ട് എടുക്കാം. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. കേട്ടാ, ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ബാത്റൂം കാണണം. നല്ല വലിയ ബാത്റൂം, അടിപൊളി ബാത്റൂം. കണ്ട, നല്ല കിട്ടില്ല ബാത്റൂം ഒരു രക്ഷയില്ല. കണ്ട, ഇവിടെ ഹീറ്ററും വെച്ചിട്ടുണ്ട്. കണ്ട, അവിടെ ഹീറ്റർ ഉണ്ട്. കണ്ട, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. നല്ല വലിയ ബാത്റൂം. ഇത് കിടിലായിട്ട് ഹോം സ്റ്റേക്ക് കൊടുക്കാം, വേറെ ഡൗട്ടൊന്നും വേണ്ട. നിങ്ങൾ ബാത്റൂം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് ഇനി നമുക്ക് മുകളിലത്തെ നില പോകാം. മുകളിലത്തെ നില നിങ്ങൾക്ക് വെളിയിൽ കൂടെ സെപ്പറേറ്റ് ടി സി ആണ് വരുന്നത്. അപ്പോൾ മുകളിൽ കൂടെ ഇവിടെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് മുകളിൽ കയറാൻ പറ്റും. ബാക്കിൽ ഇവിടെയാണ് നമുക്ക് കോണിപ്പടി കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് മുകളിലോട്ടും കയറാം. അപ്പോൾ താഴെ നിങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കാം, മുകളിൽ റെൻറ്റിന് കൊടുക്കാം. താഴെ ഒരു ഫാമിലിക്ക് കൊടുക്കാം, മുകളിൽ ഒരു ഫാമിലിക്കും കൊടുക്കാം. അങ്ങനെ സുഖമായിട്ട്, അല്ലെങ്കിൽ ഹോം സ്റ്റേ പോലെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങളെ ഇഷ്ടത്തിന് എങ്ങനെയാണോ ചെയ്യാം. ഇവിടെ താഴെയും കൊടുക്കാം, മുകളിലേയും കൊടുക്കാം. അപ്പോൾ നമുക്കിനി എന്തായാലും മുകളിൽ പോയി കണ്ടിട്ട് വരാം. ഇതുവഴി ഇവിടെയാണ് നമുക്ക് കാർ പാർക്കിംഗ് സ്പേസ് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ. ഇവിടെ നിന്ന് നേരെ നമുക്ക് മുകളിലോട്ട് പോവാം. മുകളിലും ഇതേപോലെ സ്പേസ് ഉണ്ട്. മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത് നമ്മുടെ വീട്ടിൽ. 3 ബെഡ്റൂം. അതിൽ 2 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, 1 കോമൺ ബാത്റൂമാണ്. കോമൺ ബാത്റൂം അവിടെ സൈഡിലൊരു കോമൺ ബാത്റൂമും ഉണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഇവിടെ കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്. കണ്ട, നല്ല അടിപൊളി ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ എല്ലാം തടി വർക്ക്സാണ്. കണ്ട, ഇതൊക്കെ ഏതൊക്കെ റെയർ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല കിടിലായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത് പുള്ളി ഷെഫാണ്. അപ്പം പുള്ളി കുറേ റിസോർട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതുണ്ട്. ആ ഒരു രീതിയിലാണ് വീട് ചെയ്തിട്ടുള്ളത്. പുള്ളി ആ ഒരു രീതിയിലാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത്. കണ്ട, ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ലിവിങ് ഏരിയ. അതേപോലെ ഇവിടെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതേപോലെ താഴത്തെ പോലെ തന്നെ മുകളിൽ ഇതേപോലെ ഒരു മാസ്റ്റർ ബെഡ്റൂം നല്ല വലിയ ലെവലുണ്ട്. അതേപോലെ എൻ്റെ ഇത് കിടിലം കേട്ടാ. കാരണം ബാത്റൂം കണ്ട, വലിയ ബാത്റൂം. ഇവിടെ കിടന്ന്
അത്രയ്ക്ക് വലിയ ബാത്റൂം, അത്രയ്ക്ക് നല്ല വലിയ ബാത്റൂം ഒക്കെ നല്ല അടിപൊളി. ഈ ബാത്റൂമിൽ നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റെന്റിന് സുഖമായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന്. കണ്ട ഇവിടെയും മണിച്ചിത്ര താഴെ ടൈപ്പാണ്. അങ്ങനെയാണ്. ഇതാ ഇവിടെ കിച്ചണായിട്ട് ഇതാ ഇത് കിച്ചൺ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെയും കബോർഡ് വർക്ക് ഇതാ എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ മോഡൽ പോലെയാണ് വീടിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കണ്ട ഇവിടെയും കബോർഡ്, എല്ലാ റൂമിലും കബോർഡ് ഉണ്ട്. അതും നല്ല കിടിലാണ്. തടി വർഷമാണ്, ഫുള്ള് തടി വർഷ മൊത്തം തടി വർഷ. നിങ്ങൾ വീട്ടിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, നമ്മളെ കൊച്ചിയിൽ ജൂ ടൗൺ കണ്ടിട്ടില്ലേ? കൊച്ചിയിൽ ജൂ ടൗൺ. എനിക്കിത് കണ്ടപ്പോൾ ഫസ്റ്റ് വീട് കണ്ടപ്പോൾ മനസ്സിലായി കൊച്ചിയിൽ ജൂ ടൗൺ. അതേ കൺസെപ്റ്റ് മോഡലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. കാരണം അവിടെ ജൂ ടൗണിലുള്ള ആ ഒരു സെറ്റപ്പാണ് കറക്റ്റ് അതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്, മൊത്തം ചോദിക്കുന്ന പ്രൈസ് 75 ലക്ഷമാണ്. ഈ 5.5 സെന്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ട്രഡീഷണൽ ഹെറിറ്റേജ് വീടുമായിട്ട് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 75 ലക്ഷമാണ്. 1 കോടി പോലും ഇല്ല, 75 ലക്ഷം. ഈ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിളിക്കാം. നമ്മുടെ ഈ വീട്ടിലെ ഇവിടെ നമുക്ക് ടെറസിൽ എത്തുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ ക്രൈസ്റ്റ് നഗർ കോളേജ് കാണാൻ പറ്റും. അവിടെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ NH66 ബൈപ്പാസ്, നമ്മൾ കഴക്കൂട്ടം പോകണം. നമ്മൾ കഴക്കൂട്ടം നേരെ അങ്ങോട്ട് കന്യാകുമാരി, നേരെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഏറ്റവും വലിയ ബൈപ്പാസാണ്. നമ്മൾ NH66 ബൈപ്പാസിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അത്രേ വരത്തുള്ളൂ. കണ്ട അത് നമ്മൾ ക്രൈസ്റ്റ് നഗർ കോളേജ്. അപ്പോൾ കോളേജൊക്കെ ഇവിടെ അടുത്താണ്. നമ്മൾ വീട്ടിൽ നിന്ന് നേരെ കാണാൻ പറ്റും ക്രൈസ്റ്റ് നഗർ കോളേജ്. അതുപോലെ ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീട് നല്ല കിടിലായിട്ട് നിങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് റെൻറ്റിന് കൊടുത്ത് ഹോം സ്റ്റേ പോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് കൊടുക്കാൻ പറ്റും. കാരണം അവരുടെ തന്നെ പ്ലാൻ എങ്ങനെയായിരുന്നു, നമുക്ക് ഇവിടെ AC പോലും വെക്കേണ്ട ആവശ്യമില്ല. കാരണം വീട് നിർമ്മിച്ചിട്ടുള്ള മണലൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കും തന്നെ മനസ്സിലാവും. കാരണം ഇത് നല്ല രീതിയിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി ഇപ്പം നമുക്ക് കിടന്നുറങ്ങുമ്പോൾ AC പോലും ഇല്ല, നല്ല തണുപ്പത്തല്ലേ കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഡയറക്റ്റ് നമ്മളെ വിളിക്കാം. ഈ പറഞ്ഞ റേറ്റിൽ നിന്ന് എന്തായാലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിന് നമുക്ക് ഈ വീട് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഒരാൾക്ക് സെറ്റ് ചെയ്ത് തരുവേ.